പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പതനം ഏതാണ്ട് അനിവാര്യമാണ് എന്നുള്ള ബോധ്യം CPM-ൻ്റെ അണികൾക്കും CPM-ൻ്റെ നേതൃത്വത്തിനും ഏതാണ്ട് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. 2025 ഡിസംബർ 9-11 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തീർത്തും അപ്രതീക്ഷിതമായുണ്ടായ സമഗ്രമായിട്ടുള്ള പരാജയം. അപ്രതീക്ഷിതമായുണ്ടായ പരാജയം കൊണ്ട് അവിടെ ഇവിടെയുള്ള പരാജയമല്ല, കോർപ്പറേഷനിലും ബ്ലോക്കിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഒക്കെ കൂടെ ചേർന്ന് വളരെ സമഗ്രവും സമൂലവുമായിട്ടുള്ള ഒരു പരാജയമാണ് CPM-ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു CPM-നെ സംബന്ധിച്ചിടത്തോളം. കാരണം 2015-ൽ 20-ലും CPM-ആണ് ജയിച്ചിരുന്നത് പഞ്ചായത്തിൽ. 2020-ൽ ഏതാണ്ട് ഒരു 75% പഞ്ചായത്തുകൾ CPM-ൻ്റെ കയ്യിലായിരുന്നു. എന്ന് മാത്രമല്ല 10 വർഷമായിട്ട് ഇവിടെ അധികാരത്തിലായിരുന്നു. എന്തുമാത്രമല്ല, തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ഏതാണ്ട് 25,000 കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചത്. അതിലൊക്കെ ഉപരി കോൺഗ്രസ്സുകാരുടെ തമ്മിലടിയായിരുന്നു. 50% ബൂത്തിൽ പോലും കാര്യമായ പ്രവർത്തനമില്ലായിരുന്നു. അതൊക്കെ കൊണ്ട് എന്തായാലും തങ്ങൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്നും 3-ാം തവണ അധികാരത്തിൽ വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന, ഊണിലും ഉറക്കത്തിലും വിശ്വസിച്ചിരുന്ന CPM-ന് വലിയ തിരിച്ചടിയാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചത് ഈ ശബരിമലയൊക്കെയാണ്. നമുക്കറിയാം, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇപ്പോൾ 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ഈ 2 മാസത്തിനുള്ളിൽ വീണ്ടും 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 താഴോട്ട് പോവുകയാണ്. ശബരിമല പെരുങ്കൊള്ള വീണ്ടും അവർക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശബരിമല പെരുങ്കൊള്ളയുടെ ഭാഗമായി ഹിന്ദുക്കളുടെ മഹാക്ഷേത്രമായിട്ടുള്ള ശബരിമലയിലെ തന്ത്രിയെ അനാവശ്യമായി 41 ദിവസം ജയിലിൽ വെച്ചുവെന്നും, എന്നാൽ കൊള്ളയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ള CPM-കാർ സ്വതന്ത്രരായി പുറത്ത് നടക്കുകയാണെന്നുള്ള ബോധ്യം ഹിന്ദു വിശ്വാസികളിലുണ്ടായത് അവർക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കാരണം അല്ലേ തന്നെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടില്ല എന്ന് ഉറപ്പായിരിക്കുന്നു, ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. എന്നാൽ ഹിന്ദുക്കളുടെ വോട്ടുകൾ വാരിയെടുക്കാം എന്ന് വിചാരിക്കുമ്പോഴാണ് ഇപ്പോൾ ഹിന്ദുക്കളുടെ വോട്ട് കൂടി കിട്ടാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. പിണറായി വിജയൻ എടുക്കുന്ന ഓരോ നടപടിയും തിരിഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ വീണ ജോർജിൻ്റെ വിഷയം ഉൾപ്പെടെ, ഡേറ്റ ചോർച്ചയുടെ വിഷയം ഉൾപ്പെടെ എല്ലാ വിഷയത്തിലും വലിയ തോതിലുള്ള തിരിച്ചടി നേരിട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം. അതിനേക്കാൾ ഭീകരമായിട്ടുള്ള തിരിച്ചടിയാണ് CPM-ൻ്റെ ചുവന്ന കോട്ടയായിട്ടുള്ള കണ്ണൂരിലെ പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ മുൻ ജില്ലാ കമ്മിറ്റി അംഗം ഉയർത്തിയിട്ടുള്ള പ്രതിഷേധം. അതും വലിയ തോതിൽ കണ്ണൂരിലെ പാർട്ടിയെ ഉലച്ചിരിക്കുന്നു. കണ്ണൂർ പാർട്ടിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. സുഹൃത്തുക്കളെ, അതിനെ തുടർന്ന് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വന്നപ്പോഴും വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആ പാർട്ടിയെ ഗ്രസിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം വലിയ പ്രശ്നമൊന്നും വേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിക്കാൻ സാധ്യത കുറവാണെന്നുള്ളൊരു പാർട്ടി ആയതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയമൊന്നും വലിയ തർക്ക വിഷയങ്ങളൊന്നും ആവേണ്ട കാര്യമില്ല. പക്ഷെ പുറത്തേക്ക് വരുന്ന സൂചനകൾ എന്താ കാണിക്കുന്നത്? ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നമ്മൾ എടുക്കൂ. കണ്ണൂർ ജില്ലയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനകീയ പിന്തുണയുള്ള നേതാവ് KK ശൈലജയാണ്. 1-ാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ വലിയ PR വർക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ പ്രചരണം അവർക്ക് അനുകൂലമായി നടന്നിരുന്നു. അവരതിനുശേഷം 2024 തെരഞ്ഞെടുപ്പിൽ വടകരയിൽ 1.1 ലക്ഷം വോട്ടിന് തോറ്റുവെങ്കിൽ പോലും ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഉള്ള പ്രചരണം ഒരു കോണിൽ CPM-നകത്തും ശക്തമായി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയനെ മാറ്റി നിർത്തിയാൽ കേരളത്തിലെ CPM-ൽ ഏറ്റവും കൂടുതൽ ജനകീയ പിന്തുണയുള്ളത് KK ശൈലജയ്ക്കാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം, വനിത എന്നുള്ള നിലയിൽ. ഇനി 2021 തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ അവർ ധർമ്മടത്തിൽ പിണറായി വിജയൻ നേടിയ 50,000 വോട്ടിനേക്കാൾ കൂടുതൽ 60,000 ചില്ലാനം വോട്ടിനാണ് മട്ടന്നൂരിൽ നിന്ന് അവർ ജയിച്ചത്. അന്ന് മുതൽ പിണറായി വിജയൻ്റെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു KK ശൈലജ എന്ന് നമ്മൾ ഓർത്തോളാം. 2ാം മന്ത്രിസഭയിൽ അവരെ മന്ത്രിയാക്കിയില്ല, ഇതൊക്കെ നമ്മൾ കണ്ടുകൊള്ളണം. എന്നാലും പിണറായി വിജയൻ എന്നെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനകീയ പിന്തുണയുള്ള നേതാവെന്നുള്ള നിലയിൽ അവരെ മത്സരിപ്പിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഒരു ഉറച്ച മണ്ഡലത്തിൽ നിന്ന് അവരെ മത്സരിപ്പിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. കഴിഞ്ഞ തവണ മത്സരിച്ച മട്ടന്നൂരിൽ നിന്ന് തന്നെ അവർ ഇത്തവണയും മത്സരിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഒരു 4-5 തവണ മത്സരിച്ച് ജയിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് വേറെ. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ജയസാധ്യത കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ ശൈലജ എന്ന് പറയുന്ന നേതാവ് ഉണ്ടാകേണ്ടത് അനിവാര്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. എന്നാൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി
പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ കെ ശൈലജയുടെ പേര് അപ്രത്യക്ഷമായിരിക്കുന്നു. അവരുടെ പേരില്ല. ഒരു മണ്ഡലത്തിൽ നിന്നും അവരുടെ പേരില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെയുള്ള തർക്കമാണല്ലോ അത് കാണിക്കുന്നത്. അവരുടെ പേര് തളിപ്പറമ്പുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ പേരാവൂര് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ അവരുടെ പേര് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരെ തോൽക്കാൻ വേണ്ടി അവിടെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ശൈലജ മട്ടന്നൂരിലല്ല താൻ മത്സരിക്കുന്നെങ്കിൽ തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു എന്നും കേൾക്കുന്നു. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ CPM സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ തർക്കങ്ങളുണ്ട് എന്നുള്ളതല്ലേ അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ തലശ്ശേരി മണ്ഡലത്തിൽ AM ഷംസീർ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട നേതാവുണ്ട്, അയാളുടെ പേരുമില്ല. അവിടെയും തർക്കത്തിൻ്റെ ചില സാധ്യതകൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എന്താണ്, പയ്യന്നൂരിൽ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ വിമർശനത്തിന് വിധേയനായ, പാർട്ടി അണികളുടെ എതിർപ്പിന് പ്രതിഷേധത്തിനും രോക്ഷത്തിനും വിധേയനായിട്ടുള്ള TI മധുസൂദനെ തന്നെ പയ്യന്നൂർ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അപ്പോൾ കണ്ണൂരിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തർക്ക വിതർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ വ്യക്തം. അതുപോലെ തന്നെ MP ഗോവിന്ദൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നികേഷ് കുമാറിനും സീറ്റുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ കണ്ണൂരിൽ വലിയ തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്നു എന്നത് വ്യക്തം. പാർട്ടിയുടെ ചുവന്ന കോട്ടയായിട്ടുള്ള കണ്ണൂരിലെ കാര്യമാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ, കൊല്ലം ജില്ലയിൽ മുകേഷിനെ മാറ്റി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ കൊല്ലം ജില്ലയിൽ വരുമ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു ഒമിഷൻ എന്ന് പറയുന്നത് എന്താണ്, കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രമുഖ നേതാവായിട്ടുള്ള മേഴ്സിക്കുട്ടിയമ്മയുടെ പേര് കൊല്ലം ജില്ലയിലില്ല. കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രമുഖ നേതാവാണ് മേഴ്സിക്കുട്ടിയമ്മ. ഒന്നാം പിണറായി സർക്കാരിലെ ഫിഷറീസ് മന്ത്രിയായിരുന്നു അവർ. 2021 അവർ നിർഭാഗ്യവശാൽ കുണ്ടറ മണ്ഡലത്തിൽ PC വിഷ്ണുനാഥിനോട് തോറ്റു. പക്ഷേ എങ്കിലും തെക്കൻ തിരുവിതാംകൂറിലെ CPMൻ്റെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് മേഴ്സിക്കുട്ടിയമ്മ. മേഴ്സിക്കുട്ടിയമ്മയുടെ പേര് സ്ഥാനാർത്ഥി ലിസ്റ്റിലില്ല. ആലോചിച്ച് നോക്കും നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ ആലപ്പുഴ ജില്ല എടുക്കുക. ഇപ്പോൾ ഈ 75 വയസ്സ് എന്നുള്ള മാനദണ്ഡം ഒന്നും ഇപ്പോൾ കാര്യമായി പാലിക്കുന്നില്ലെന്നാണല്ലോ കേൾക്കുന്നത്. ഇപ്പം 80 വയസ്സുള്ള MM മണി പോലും മത്സരിക്കുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ജനതാദൾ ഇന്ന് 81 വയസ്സുകാരനായിട്ടുള്ള കൃഷ്ണൻകുട്ടി, ഒരു പുരാവസ്തുവായി മാറിയ പുരാവസ്തു മന്ത്രി 81 വയസ്സുകാരനായിട്ടുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ, 80 വയസ്സുകാരനായിട്ടുള്ള AK ശശീന്ദ്രൻ, ഇവരൊക്കെ മത്സരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത്. 80 വയസ്സ് കഴിഞ്ഞ് പിണറായി വിജയൻ. സ്വാഭാവികമായും ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആവേശമുണ്ടാക്കാൻ കഴിയുമായിരുന്നത് സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. സുധാകരനെ നിർത്തിയിരുന്നെങ്കിൽ ആലപ്പുഴയിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമായിരുന്നു എന്നാണ് CPMൻ്റെ അണികൾ വിശ്വസിക്കുന്നത്. അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയപ്പോൾ പോലും സുധാകരനെ മത്സരിപ്പിക്കേണ്ടതല്ലേ എന്ന ചോദ്യം ഉയർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ സുധാകരൻ്റെ പേരും ആലപ്പുഴ ജില്ലയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ജയസാധ്യതയാണ് പ്രധാനമെന്ന് പറയുന്നെങ്കിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണ്ടേ? ശൈലജ നിർത്തണ്ടേ? സുധാകരനെ നിർത്തണ്ടേ? മേഴ്സിക്കുട്ടിയമ്മയെ നിർത്തണ്ടേ? അപ്പോൾ ജയസാധ്യത ഉണ്ടെന്ന് പറയുമ്പോഴും ജനകീയ അംഗീകാരമുള്ള നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ തിരുവനന്തപുരത്തോ ഏറ്റവും അഴിമതിക്കാരായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള അവന്മാരെ ഇപ്പോൾ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് CPM എന്ന് പറഞ്ഞ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ലെന്ന് ഉറപ്പായിട്ട് പോലും ആ പാർട്ടിക്കകത്ത് കടുത്ത പ്രതിസന്ധി ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മറ്റ് ജില്ലകളിലെ കാര്യങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുമ്പോഴേ അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും സ്ഥാനാർത്ഥി നിർണയവുമായിട്ടുള്ള ചർച്ചകൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ CPMനകത്ത് കടുത്ത പ്രതിസന്ധി ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.